ഹായ് കൂട്ടുകാരെ, അസ്സലാം വലൈക്കും. സ്ക്രീൻ വിത്ത് ഹോം ഗ്രീനറിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഗാർഡനിലെ 3 വെറൈറ്റിയായ പച്ചമുളക് ചെടികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വഴിയെ പറയാം. ആദ്യമായി നമുക്ക് നമ്മുടെ വൈറ്റ് കാന്താരിയെ ഒന്ന് പരിചയപ്പെട്ടാലോ. വെളുത്ത മുത്തുകൾ കോർത്ത് വെച്ചതുപോലെ നിൽക്കുന്ന ഇവയെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോവും. നല്ല ഔഷധ ഗുണമുള്ള ഒന്നായത് കൊണ്ട് തന്നെ കറികളിലും ഉപ്പിട്ടുള്ളതിലുമൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. രണ്ടാമതായി കാണുന്നത് പർപ്പിൾ ടൈഗർ മുളകാണ്. ഇതിൻ്റെ ഇലകളിലെയും കായ്കളിലെയും പർപ്പിൾ നിറം കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുളകുകൾ ആദ്യം കറുപ്പിനോട് അടുത്ത പർപ്പിൾ നിറത്തിലായിരിക്കും കാണപ്പെടുക. പിന്നീട് പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് നിറത്തിലേക്ക് മാറും. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള ഇനം കൂടിയാണ്. ചട്ടികളിലും ഗ്രോ ബാഗിലും ഏറ്റവും അനുയോജ്യമായി വളർത്താൻ പറ്റും. അടുത്തതായി നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് ഗ്രേപ്സ് ചില്ലിയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? ശരിക്കും മുന്തിരി കുലകൾ തൂങ്ങി നിൽക്കുന്നത് പോലെയാണ് ഇതിലെ മുളകുകൾ ഉണ്ടാവുക. കറുത്ത മുന്തിരിയുടെ അത്രയും വലിപ്പമുള്ള ഉരുണ്ട ആകൃതിയിലുള്ള മുളകുകളാണ് ഇതിൻ്റെ പ്രത്യേകത. വെറൈറ്റി മുളകുകളെയും കണ്ടല്ലോ. ഇനി നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ പുതിയ തൈകൾ നടുന്നതിലേക്ക് കടക്കാം. ഇതിൽ ചേർത്തിരിക്കുന്നത് ഗാർഡൻ സോയിൽ, കരിയില പൊടിച്ചത്, ഈർപ്പം നിലനിർത്താൻ ചകിരിച്ചോറ് എന്നിവയാണ്. ഇതിലേക്ക് ചെടികൾക്ക് പെട്ടെന്ന് വളരാൻ ആവശ്യമായ കമ്പോസ്റ്റ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതായത് ചായക്കടലിലെ ചായപ്പിണ്ടി, പൊടിച്ച മുട്ടത്തോടും കുറച്ച് ചാരവും എന്നിവയൊക്കെ മിക്സ് ചെയ്ത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഒരു കമ്പോസ്റ്റാണ് ഇതിലേക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ നീം പൗഡറും ബോൺ മീലും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓറഞ്ച് ഗ്രീൻ നിറങ്ങളിലുള്ള ഗ്രോ ബാഗുകളിലേക്ക് ചെടികൾ മാറ്റി നടാം. ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിയായി ഫസ്റ്റ് ലെയർ കുറച്ച് ഉണങ്ങിയ കരിയിലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാലക്രമേണ നല്ലൊരു വളമായി മാറിക്കോളും. ഇനി നമ്മുടെ വഴുതന തൈ കവറിൽ നിന്നും വളരെ പതുക്കെ വേരുകൾ കേടുപാടുകൾ സംഭവിക്കാതെ പുറത്തെടുക്കാം. ഇത് ഗ്രോ ബാഗിലേക്ക് നടുവിലാക്കി മണ്ണ് മാറ്റി ഇറക്കി വയ്ക്കാം. ഇതുപോലെ ഓരോന്നായി നമുക്ക് ഇങ്ങനെ നട്ടുകൊടുക്കാം. അടുത്ത് വെണ്ടയ്ക്കായി നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഹാങ്ങിങ് പോട്ടിലേക്ക് നോക്കാം. ഇതിൽ ഞാൻ വിത്തിട്ട് മുളപ്പിച്ചെടുത്ത തക്കാളിയും ടൊമാറ്റോ ബ്രിഞ്ചാൾ തൈയുമാണ് ഇതിലുള്ളത്. അത് നമ്മുടെ കാലാവസ്ഥയോട് പെട്ടെന്ന് ഇണങ്ങി വളരും. നല്ല ആരോഗ്യത്തോടെ മുളച്ചു വന്നിരിക്കുന്ന ഈ തൈകൾ ഇപ്പോൾ മാറ്റി നടാൻ പാകമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി ആ പോട്ടി മിക്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇവയെ ഓരോ ഗ്രോ ബാഗിലാക്കി മാറ്റി നടാം. ഇങ്ങനെ വിത്തിട്ട് തൈകൾ ഉണ്ടാക്കുന്നത് കാണുന്നത് നല്ല ഒരു പ്രത്യേക സന്തോഷമാണ്. ഇതാണ് ടൊമാറ്റോ ബ്രിഞ്ചാളും അതിൻ്റെ ലീഫും കൂടെ. നിന്ന് തൈകൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു കത്തി ഉപയോഗിച്ചാണ് മണ്ണ് പതുക്കെ ഇളക്കി കൊടുക്കുന്നത്. ചെടിയുടെ വേരുകൾ യാതൊരുവിധ കേടുപാടുകളും പറ്റാതെ താഴെ നിന്ന് വളരെ പതുക്കെ വേണം തൈകൾ ഉയർത്തി എടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ തൈകൾ വാടിപ്പോകാതെ തന്നെ നമുക്ക് പുതിയ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാൻ സാധിക്കും. ഇനി 10 ഇഞ്ചിൻ്റെ ഒരു പോട്ട് എടുക്കാം. ആ പോട്ടിലേക്ക് തൈകൾ മാറ്റി നടാം. ഇതിനായി ചട്ടിയുടെ ഏറ്റവും അടിയിലായി ഞാൻ കുറച്ച് ഉണങ്ങിയ പുല്ല് ആദ്യ ലെയറായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും പിന്നീട് നല്ലൊരു വളമായി മാറാനും സഹായിക്കുന്നു. അതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പോട്ടിംഗ് മിക്സ് നിറയ്ക്കാം. ഇനി ഹാങ്ങിങ് ബോർഡിൽ നിന്ന് കത്തി ഉപയോഗിച്ച് പതുക്കെ ഇളക്കിയെടുത്ത ആ തൈ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇറക്കി നടാം. വേരുകൾ മണ്ണിൽ നന്നായി ഉറച്ചു നിൽക്കുന്ന രീതിയിൽ ചുറ്റുമുള്ള മണ്ണ് ചെറുതായി ഒന്ന് അമർത്തി കൊടുക്കാൻ മറക്കരുത്.
അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ ബ്രിഞ്ചാൾ തൈ കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് ആ ഒരു പോട്ടിലേക്ക് ഇനിയും നമുക്കത് നട്ട് കൊടുക്കാം. ആ ബ്രിഞ്ചാൾ തൈനെ നടാനായി ഞാനൊരു പുതിയ ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ലെയറായി ഞാൻ ചേർക്കുന്നത് കുറച്ച് വേപ്പിലയാണ്. വേപ്പില അടിയിൽ ഇടുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഗുണമുണ്ട്. ഇത് മണ്ണിലെ കീടങ്ങളെ അകറ്റാനും വേരുകൾക്ക് രോഗം വരാതിരിക്കാനും സഹായിക്കും. ഒരു നാച്ചുറൽ പെസ്റ്റിസൈഡായി ഇത് പ്രവർത്തിക്കും. ഇതിന് മുകളിലായി നമുക്ക് പോട്ടി മിക്സ് നിറച്ച് ഈ തൈകൾ കൂടി നട്ടുകൊടുക്കാം. പിന്നെ നമുക്ക് 2 കാന്താരി തൈകൾ നിലത്ത് നിൽക്കുന്നു. അതിനെയും കൂടെ പതുക്കെ ഇളക്കിയെടുത്ത് നമുക്കൊന്ന് മാറ്റി ചട്ടിയിലേക്ക് നടാം. ചെടി മാറ്റി നട്ട് കഴിഞ്ഞാൽ കൊണ്ടുപോയി വെയിലത്ത് വയ്ക്കല്ലേ, തണലത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്താൽ തൈ പെട്ടെന്ന് വാടിപ്പോകാതെ തൈകളെല്ലാം നട്ട് കഴിഞ്ഞ്. പക്ഷേ നമ്മൾ ഇപ്പോൾ നട്ട ചെടികളിൽ ചിലത് മണ്ണിലേക്ക് പതുക്കെ ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അവയ്ക്ക് വന്നിട്ട് നല്ലൊരു സപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമായി. ഇതിനായി ഞാനൊരു ചെറിയ ഈർക്കിലോ അല്ലെങ്കിൽ കമ്പുകളോ ഉപയോഗിച്ച് ചെടികൾക്ക് താങ്ങ് നൽകുകയാണ്. ചെടിയുടെ തണ്ടിന് കേടുപാടുകൾ പറ്റാത്ത രീതിയിൽ ഒരു നൂലോ അല്ലെങ്കിൽ ചെറിയ കയറോ ഉപയോഗിച്ച് പതുക്കെ കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ചെടി നേരെ വളരാനും കാറ്റിലോ മഴയിലോ മറിഞ്ഞു വീഴാതിരിക്കാനും സഹായിക്കും. ഗ്രോ ബാഗിൻ്റെയും ചട്ടിയുടെയും മുകളിലായി നമുക്ക് കുറച്ച് വൈക്കോൽ നിരത്തി കൊടുക്കാം. അത് വന്നിട്ട് വെയിലിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലതാണ്. കടുത്ത വെയിലുള്ളപ്പോൾ മണ്ണിലെ വെള്ളം പെട്ടെന്ന് വറ്റി പോകാതിരിക്കാനും ഇത് സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.